എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ ഇത് എത്തിക്കഴിഞ്ഞു. ഇന്നാണ് അപേക്ഷ തുടങ്ങുന്നത്. വീഡിയോ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് 15-ാം തീയതി മെയ് 15 മുതൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ അണ്ടറിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRB നടത്തുന്ന നോട്ടിഫിക്കേഷൻ എക്സാമാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, അതായത് ട്രെയിൻ ഡ്രൈവർ, അതാണ് പോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നത് കാണാം. 21 മാർച്ചിനാണ് ഷോർട്ട് നോട്ടീസ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് 15/5/2026 മെയ് 15 മുതൽ 14/6/2026 ജൂൺ മാസം 14 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 16 ജൂണാണ്. അതിന് മുന്നേ താല്പര്യമുള്ളവർക്ക് ഫീസും അടയ്ക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 14-ാം തീയതിയാണ്. പക്ഷേ നിങ്ങൾ 14-ാം തീയതി ഒന്നും പോയിട്ട് അപേക്ഷ അയക്കരുത്. ഒരു 10-ാം തീയതിക്ക് മുന്നേ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. കാരണം ഇതിൻ്റെ സൈറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. ലാസ്റ്റ് ടൈമിൽ നല്ല റഷ് ഉണ്ടാവും, സൈറ്റ് കിട്ടില്ല. അപ്പോൾ അപേക്ഷ അയക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ അതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അതുകൊണ്ട് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തെറ്റ് വരുത്താതെ അപേക്ഷ കൊടുക്കുക. 17/6/2026 ജൂൺ മാസം 17 തൊട്ട് ജൂൺ 26 വരെയാണ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുക. ഓക്കെ. അപ്പോൾ പോസ്റ്റ് ഞാൻ പറഞ്ഞു, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ALP ആണ്. ലെവൽ 2 പേ സ്കെയിലാണ്. 19,900 രൂപയാണ് നിങ്ങൾക്ക് ബേസിക് പേ സാലറി ക്രൈറ്റീരിയ. അതിൻ്റെ കൂടെ അലവൻസുകളും കിട്ടും. അപ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ നല്ലൊരു അത്യാവശ്യം എമൗണ്ട് തന്നെ മാസം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് A1 കാറ്റഗറിയാണ്. അത് ഞാൻ വഴിയെ പറയാം എന്താണ് A1 കാറ്റഗറി എന്ന്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. പിന്നെ OBC-കാർക്ക് 33 വരെയും SC/ST-കാർക്ക് 35 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ടോട്ടൽ വാക്കൻസി 11,127 വാക്കൻസിയാണ്. എല്ലാ RRBയിലും കൂടി ടോട്ടൽ വാക്കൻസി, ഓൾ ഇന്ത്യ വാക്കൻസി 11,127. ഓക്കെ. പക്ഷേ ഈ ഒരു വാക്കൻസി കൂടും. ഒരു ടൈം ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് ആപ്ലിക്കേഷൻ എൻഡായിട്ടൊരു ടൈം ആകുമ്പോൾ വാക്കൻസി കൂടും. അത് കൺഫേം ആണ് കേട്ടോ. അപ്പോൾ A1 കാറ്റഗറി ഞാൻ പറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ A1 കാറ്റഗറി, അതായത് ഡിസ്റ്റൻറ്റ് വിഷൻ. നിങ്ങൾക്ക് ഇതിൽ മെയിനായിട്ട് ഐ ടെസ്റ്റാണ് കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് ഡിസ്റ്റൻറ്റ് വിഷൻ 6/6 വേണം. നിയർ വിഷൻ 0.6 വേണം. പിന്നെ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് ഓഫ് വിഷൻ, നൈറ്റ് വിഷൻ, മെസോപ്പിക് വിഷൻ തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ പാസ്സാവണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപേക്ഷ അയക്കുന്ന സമയത്ത് ഫീസ് വരുന്നുണ്ട്. 500 രൂപയാണ് ഫീസ്. അതിൽ 400 രൂപ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ റീഫണ്ട് ആവും. അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് റീഫണ്ട് ആവുള്ളൂ. 500 രൂപയിൽ 400 രൂപ റീഫണ്ട് ആവും. ഓക്കെ. പിന്നെ SC/ST-കാർക്ക്, എക്സ് സർവീസ്മാന്, പെൺകുട്ടികൾക്ക്, പിന്നെ EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് തുടങ്ങിയവർക്കൊക്കെ 250 രൂപയാണ് ഫീസ്. അതിൽ 250 നിങ്ങൾക്ക് റീഫണ്ട് ആവും. എപ്പോഴാണ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് റീഫണ്ട് ആവുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ 500ഉം 250ഉം പേയ്മെൻറ്റ് ചെയ്യണം. അതായത് 500 ജനറൽ OBC ബോയ്സിനൊക്കെ, ബാക്കിയുള്ള കാറ്റഗറിയിൽ വരുന്നവർ 250 അത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്തൊരു സമയമാകുമ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടൊക്കെ കൊടുക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ആ ഒരു ടൈമിൽ, അതായത് എക്സാം കഴിഞ്ഞൊരു ടൈം ആകുമ്പോൾ നിങ്ങൾക്കത് റീഫണ്ട് ആവും. ആ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, ആദ്യം എക്സാമാണ്. 2 എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. അപ്പോൾ ഫസ്റ്റ് എക്സാമിന് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുന്നത്. 75 ക്വസ്റ്റ്യൻസാണ്, 75 മാർക്കിന്. ഓരോ മാർക്ക് വീതമാണ് ഓരോ ക്വസ്റ്റ്യൻസിന്. 1/3 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അതായത് 3 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പോകും. അതുകൊണ്ട് അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ മാത്സ് വരുന്നുണ്ട്. സിലബസാണ് പറയുന്നത്. മാത്സ്, മെൻ്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ഈ 3 സബ്ജക്റ്റാണ് സിലബസായിട്ട് വരുന്നത്. മാത്സിന്ന് നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽ ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ, പ്രൊപ്പോർഷൻ, പിന്നെ പേഴ്സൻറ്റേജ്, മെൻസുറേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ നോട്ടിഫിക്കേഷനിൽ കാണാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ PDF കണ്ടിട്ട് പഠിക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ഒരു ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 വരുന്നുണ്ട്. 2ാമത്തെ സ്റ്റേജ് എക്സാം വരുന്നുണ്ട്. അത് 2 പാർട്ടായിരിക്കും. പാർട്ട് A, പാർട്ട് B. 2 മണിക്കൂർ 30 മിനിറ്റാണ് ടൈം. 2 പാർട്ടും കൂടി 2 മണിക്കൂർ 30 മിനിറ്റ്, 175 ക്വസ്റ്റ്യൻസാണ്. പാർട്ട് എയിൽ 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസും, പാർട്ട് B 60 മിനിറ്റ് 75 ക്വസ്റ്റ്യൻസ്. ഇതിലേക്കും 1/3 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് എൻ്റെ സിലബസ് കാണാം.
മാത്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. പാർട്ട് ബിയിൽ ആ ഒരു ട്രേഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്, അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. അപ്പോൾ നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ പറയുന്ന ട്രേഡിൽ ITI വേണം. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, മിൽറൈറ്റ് ഓർ മെയിൻ്റനൻസ് മെക്കാനിക്ക്, മെക്കാനിക് റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്ക്, ആർമേച്ചർ ആൻഡ് ഓയിൽ വിൻഡർ, മെക്കാനിക്കൽ ഡീസൽ, ഹീറ്റ് എൻജിൻ ടേണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്ക് തുടങ്ങി ഏതെങ്കിലും ഒരു ITI ട്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഡിപ്ലോമ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് തുടങ്ങി ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്തോളൂ. ഡൗട്ട് ഉണ്ടാവില്ല, കാരണം ഒന്നെങ്കിൽ 10ാം ക്ലാസ് വിത്ത് ITI, അല്ലെങ്കിൽ 10ാം ക്ലാസ് വിത്ത് അപ്രന്റീസ്ഷിപ്പ്, അതും അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഡിപ്ലോമ. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ വാക്കൻസി, ടോട്ടൽ വാക്കൻസി ഞാൻ പറഞ്ഞു 11,127 ആണ്. അതിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്ന ഒഴിവ് കാണാം. 43 വാക്കൻസി ജനറൽ, 8 വാക്കൻസി SC, 5 വാക്കൻസി ST, 7 വാക്കൻസി OBC, 1 വാക്കൻസി EWSകാർക്ക്, അങ്ങനെ 64 വാക്കൻസിയാണ് ടോട്ടൽ. 7 വാക്കൻസി സെപ്പറേറ്റ് എക്സ് സർവീസ്മാനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 64 വാക്കൻസി. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF വേണമെങ്കിൽ ടെലിഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, അതുപോലെ വാട്സപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ആവാം. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. താല്പര്യമുള്ളവർക്ക് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 14/6/2026, 14-ാം തീയതിക്ക് മുന്നേ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ലൊരു അവസരം തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. കാരണം നല്ലൊരു പോസ്റ്റ്, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, ട്രെയിൻ ഡ്രൈവർ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഡെയിലി പ്രോപ്പറായിട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് എത്തിക്കാനുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ കാണാം. ബൈ.